ഹണിനഗറിലാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. പല ഉൽപ്പന്നങ്ങളും ശരിക്കും ഔഷധ മൂല്യമുള്ള ഔഷധ ഗുണമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ നെല്ലിക്ക ഇരിക്കണ്ടല്ലോ, ഇതെന്താ നെല്ലിക്ക? അതായത് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ തേനിനകത്ത് ഇട്ടതിന് ശേഷം എടുത്താ. തേനിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ മിറ്റിന് പോലെ. അപ്പൊ തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകളെല്ലാം വാങ്ങുന്ന നെല്ലിക്ക ഇതുപോലെ. അതെ സാറേ, അത് ശരിക്കും പറഞ്ഞാൽ അത് രാജ്യത്ത് തന്നെ നിരോധിക്കേണ്ട സാധനം. കാരണം അതിനകത്ത് വീർക്കാനുള്ള ആവശ്യമായ സാധനങ്ങളാണ് ചേർക്കുന്നത്. തേനിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അത് ചുരുങ്ങിപ്പോകും. അപ്പൊ തേൻ നെല്ലിക്ക എന്നുള്ള പേരിൽ അത് പറയാനേ പാടില്ല. തേനിനകത്തിട്ട നെല്ലിക്ക ഇതാണ്. ഈ നെല്ലിക്കയിൽ ഒന്നും കാണില്ല. ഈ നെല്ലിക്കയുടെ ഗുണങ്ങളെല്ലാം എവിടെ വരും? തേനിനകത്തേക്ക് വരും. അത് ശരി. അതാണ് ഈ തേൻ നെല്ലിക്ക ഞാൻ പേട്ടേക്കുന്നത്. ഇത് നെല്ലിക്കയുടെ തേനാ. അപ്പൊ ഈ നെല്ലിക്ക ഇതുപോലെ ചുരുങ്ങി വരും. അതായത് നെല്ലിക്ക നമ്മൾ വലിപ്പമുള്ള നെല്ലിക്കയാണ്. അത് ഇതുപോലെ ആകണമെങ്കിൽ അതിന്റെ കണ്ടന്റ് മുഴുവൻ ഇതിനകത്താവുക. അത് ശരി. അപ്പൊ ഇതൊന്നും ആരും അറിയുന്നില്ലെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നപ്പോ ഇതിന് വിറ്റ് പോയതിന് കണക്കില്ല. വൈറ്റമിൻ സി. ഈ തേൻ നെല്ലിക്ക എന്താ വില? ഇതിന് 360 രൂപ. ഒരു ഇത് ക്വാണ്ടിറ്റി എത്രയുണ്ട്? ഇത് 250 ഗ്രാം. 250 ഗ്രാം. നമ്മുടെ കുട്ടികളൊക്കെ എണീക്കാനൊക്കെ താമസിക്കുന്ന കുട്ടികളില്ലേ, അവിടെ വൈറ്റമിൻ സിക്ക് ഇത് രാവിലെ പോയിട്ട് ഓരോ സ്പൂൺ കൊടുത്താൽ അവർ രക്ഷപ്പെട്ടു.